പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തായ റബീഉൽ അവ്വൽ മാസം നാം നിലകൊള്ളുന്ന സവിശേഷമായൊരു മാസമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈ മാസത്തിലെ പ്രത്യേക ചിന്താവിഷയം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ വഫാത്ത് കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും നിർണായക സംഭവമായ ഹിജ്റ കൊണ്ടും ഈ മൂന്ന് സംഭവങ്ങൾക്കും ഒരുപോലെ സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ച ഒരു മാസമാണ് നാം എല്ലാവരും ഇന്ന് സ്ഥിതി ചെയ്യുന്ന റബീഉൽ അവ്വൽ മാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ ഈ മാസത്തിലെ ചരിത്ര പ്രാധാന്യത്തെ നാം കാണാതിരിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനോട് ബന്ധപ്പെട്ടോ അതെല്ലാം അനുഗ്രഹീതമാണ് എന്നത്, അത് സ്ഥലമാകട്ടെ സമയമാകട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയുണ്ടോ ഉണ്ടായിരുന്നോ അവിടമെല്ലാം അനുഗ്രഹീതമാണ്. അതുകൊണ്ട് ആ മാസത്തിന് സമയത്തിന് അതിൻ്റെ അനുഗ്രഹത്വവും ഉണ്ട് എന്ന് നാം ഓരോരുത്തരും അംഗീകരിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായി നമുക്കത് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മം എന്നത് കേവലം ഒരു യാദൃശ്ചികതയല്ല. വന്നു പിറന്നുപോയി ആ നബി ഒരു നല്ലവനായിരുന്നത് കൊണ്ട് ആ നബിയുടെ നന്മകൾ ജീവിതത്തിൽ അത് പുഷ്കരിച്ച് ഈ ലോകത്ത് നബിയായി ഒരത്ഭുതം സൃഷ്ടിച്ചു, അങ്ങനെ ലോകത്ത് വിപ്ലവമുണ്ടായി എന്ന് വിശ്വസിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമേ അല്ല. ആ വിശ്വാസത്തിന് ഈമാനുമായൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരാൾ വിശ്വസിച്ചെങ്കിൽ അയാൾ മുസ്ലിം പോലുമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ തിരുപ്പിറവി എല്ലാം അനുഗ്രഹീതമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കരലാളനകൾ ഏറ്റുവാങ്ങിയാണ് ആ തിരുജന്മമുണ്ടായത്, ആ തിരുജീവിതം മുന്നോട്ട് ഗമിച്ചത് എന്ന് നാം അംഗീകരിക്കുമ്പോഴേ നാം മുസ്ലിമാവൂ. ഒരു വ്യക്തി ജനിക്കുന്നതൊരു മാസത്തിൽ റബീഉൽ അവ്വൽ 12 പ്രബലമായ അഭിപ്രായം, മരിക്കുന്നത് റബീഉൽ അവ്വൽ 12 എല്ലാവരും സർവാംഗീകൃതമായ അഭിപ്രായം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ച ഹിജ്റ നടന്നതും റബീഉൽ അവ്വൽ 12 എന്ന് പ്രബലമായ അഭിപ്രായം. ഇതെങ്ങനെ സാധ്യമാകും? ഒരു വ്യക്തി വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? എന്ത് യാദൃശ്ചികതയാണത്? യാദൃശ്ചികത എന്നതിനപ്പുറത്ത് വളരെ കൃത്യമായ ബോധപൂർവമായ ആസൂത്രണമാണതെന്നല്ലേ നാം കാണേണ്ടത്. അതുകൊണ്ട് ആ മാസത്തെ പ്രത്യേകമായി നാം കാണുകയും പരിഗണിക്കുകയും ആ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിത പ്രാധാന്യത്തെ കൂടുതൽ ഉറ്റുനോക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ മാസത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ആരാധനാപരമായി പ്രഖ്യാപിക്കുകയും ഇന്ന കാര്യങ്ങൾ ആ മാസത്തിൽ ചെയ്യുന്നത് പ്രത്യേക പുണ്യമാണ്, അത് ചെയ്തില്ല എങ്കിൽ അത് പുണ്യവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെറ്റായ ആചാരങ്ങളെയോ അനുഷ്ഠാനത്തെയോ ആ മാസത്തിൽ നമ്മൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധവുമാണ്. അത് ശരിയല്ല. അതുമാകാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമിക ലോകത്ത് സർവ്വ സ്വീകാര്യതയുള്ള അംഗീകരിക്കപ്പെട്ട ഇമാമുമാരുണ്ട്. അതവരുടെ അഭിപ്രായമാണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷേ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പരിശുദ്ധി എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ട്, അവിടെ ജനിച്ചു എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമയത്ത് ജനിച്ചാൽ അതിന് പ്രാധാന്യമുണ്ട്. എന്താണ് നബിയെ തിങ്കളാഴ്ച നോമ്പിന് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കാൻ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഫീഹി വുലിത്തു, ആ ദിവസത്തിൽ ഞാൻ ജനിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചു എന്നതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് പുണ്യമുള്ള കാരണമാകുന്നതിൻ്റെ ന്യായം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും അത് നിഷേധിക്കാനാവുമോ? ജനിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചു എന്നുള്ളതൊരു ദിവസത്തെ പ്രത്യേകമായി പുണ്യമുള്ളതാക്കുന്നു, മഹത്തരമാക്കുന്നു എന്നത് അതിൻ്റെ ഖിയാസല്ലേ? അതുകൊണ്ട് തന്നെ
ആ പ്രാധാന്യം റബീഉൽ അവ്വൽ മാസത്തിനുണ്ട് സഹോദരങ്ങളെ. ആ പ്രാധാന്യത്തെ നാം പരിഗണിക്കേണ്ടതുമുണ്ട്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചതിനപ്പുറത്തേക്ക് ആചാരങ്ങളുടെയും കെട്ടുകാഴ്ചകളുടെയും ഒരു സമാഹാരമാക്കി തീർക്കുകയും എന്നിട്ട് റബീഉൽ അവ്വൽ മാത്രമാണ് എനിക്ക് നബിയുടെ പേരിൽ പരിഗണിക്കേണ്ടത് എന്ന് പറയുകയും റബീഉൽ അവ്വലോടുകൂടി തുടങ്ങി റബീഉൽ അവ്വലിൽ ഒടുങ്ങി റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ നബിയെ മറന്ന ഒരു ജീവിതത്തിലേക്ക് നാം വഴിമാറുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമല്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ ഒരു സമൂഹത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് ആ സമൂഹത്തിന് അനുഗ്രഹത്തിന് കാരണമാണ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അള്ളാഹുവിൻ്റെ നയമേ അല്ല ആ ജനങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളത്. വഅൻത ഫീഹിം, താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ നബി കൂടെയുണ്ടെന്ന ഒരു കാരണം കൊണ്ട് ഒരു ജനതയെ ശിക്ഷിച്ചുകൂടാ എന്നുള്ളത് പടച്ചവൻ്റെ നയമാണ്. ശിക്ഷിക്കൂല എന്നല്ല ഖുർആൻ. നബി കൂടെ ഉണ്ടേ ശിക്ഷിക്കൂല. അപ്പം നബിയുടെ സാന്നിധ്യം, ശാരീരിക സാന്നിധ്യം ഒരു സമൂഹത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതിന്, നബി ഒഴിവാക്കപ്പെടുന്നതിനല്ല, ആ സമൂഹത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നതിന് കാരണമാണ്. വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനെയല്ല, അവരവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം ചെയ്യുവോളം കാലവും. നോക്കൂ, ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് കിട്ടിയ ഗുണം ആ സമൂഹം ശിക്ഷിക്കപ്പെടുകയില്ലെന്നതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗുണം, ശിക്ഷ ഒഴിവാക്കാൻ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഖുർആനികമായ ഒരു വാഗ്ദാനമാണ്. പാപം ചെയ്തവൻ പാപമോചനം ചെയ്യുവോളം കാലം അവനെ ശിക്ഷിക്കില്ല. പാപം ചെയ്യാത്രത്തോളം കാലമല്ല, പാപം ചെയ്യുന്നവൻ പാപമോചനം ആത്മാർത്ഥമായി ചെയ്യുവോളം കാലം അവനെ ശിക്ഷിക്കില്ല. ഇത് രണ്ട് ഓഫറാണ്, അള്ളാഹുടെ ശിക്ഷ വരാതിരിക്കാനുള്ള രണ്ട് ഓഫറാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിലെല്ലാം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച തിങ്കളാഴ്ചയ്ക്ക് പുണ്യമുണ്ടെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. സമയത്തിനുണ്ട് പ്രാധാന്യം. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശാരീരിക സാന്നിധ്യത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുണ്ട്. അതുകൊണ്ട് ഒരു ജനത ശിക്ഷിക്കപ്പെടില്ലെന്ന് ഖുർആൻ പറയുന്നു. ഇതൊക്കെ റസൂലിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ അനുഗ്രഹമാണ്, വ്യക്തിത്വത്തിൻ്റെ അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറവി കൊണ്ട സമയത്തിൻ്റെ അനുഗ്രഹം. ഇതൊക്കെ ഉള്ളതാണ്. ആരെങ്കിലും ആ സമയത്തെ ദുരുപയോഗിക്കുന്നതിൽ നമുക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ, ആ പരിശുദ്ധമായ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ പരിശുദ്ധമായ സമയങ്ങൾ, ആ വിശുദ്ധിയുള്ള അനുഗ്രഹമുള്ള മാസങ്ങൾ, അതിനെ അനാദരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തുകൊണ്ടല്ല നമ്മളതിനോട് പക തീർക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും ആ മാസത്തെ അല്ലെങ്കിൽ ആ ദിവസത്തെ ആ സമയത്തെ അല്ലെങ്കിൽ ആ റാത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിലുണ്ട് റസൂലിൻ്റെ മുടി, അത് 1/2 സെൻറ്റിമീറ്റർ നീണ്ടു എന്നൊക്കെ പറയണേ. നീണ്ടത് പറഞ്ഞാൽ പോരല്ലോ, നീളുന്നതിന് മുമ്പ് ഇത് ഇത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ന് നേരത്തെ പറയണ്ടേ. കയ്യിൽ കിട്ടിയപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഇത്ര സെൻറ്റിമീറ്ററാണ്, നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ദാത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത് പറയാതെ ആ ദാത്തിനെ പോലും താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അവരെ നാം ഒഴിവാക്കുക, അവരെ നാം വിട്ടേക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദാത്തിന് പരിശുദ്ധിയുണ്ട് എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തെ അവരോടുള്ള വിയോജിപ്പ് കൊണ്ടും പ്രതിഷേധം കൊണ്ടും നാം ഒഴിവാക്കിയാൽ നാം നഷ്ടപ്പെട്ടവരായി മാറും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദാത്തിന് പ്രാധാന്യമുണ്ട്. റസൂലുള്ള ഒരു സമൂഹത്തിൽ ആ സമൂഹത്തെ ശിക്ഷിക്കില്ല. എന്തെല്ലാമുണ്ട്, അതെല്ലാം പറയാനല്ല ഇവിടെ നേരം എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്തെന്നാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആദരവ് അതിരുവിട്ടുകൊണ്ട് വേണ്ടാ വൃത്തികളിലേക്ക് ഒരു സമൂഹം കടന്നു പോകുമ്പോൾ, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദാത്തിനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമയത്തിനുമൊക്കെ, റസൂൽ ജനിച്ച സമയത്തിനും സ്ഥലത്തിനും മാസത്തിനുമൊക്കെയുള്ള പ്രാധാന്യത്തെ പാടെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിനോടുള്ള പ്രതിരോധം തീർക്കുന്ന ഒരു പ്രവണത.
ഇത് രണ്ടുമല്ല ശരി, അതിന് രണ്ടിനും നടുവിലാണ് യാഥാർത്ഥ്യമെന്ന് നാം അറിയണം. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിനെ റസൂലുള്ളാഹിക്ക് റബീഉൽ അവ്വൽ 12 ജനിക്കാൻ സ്വന്തമായാവില്ല. ഹിജറയാണ് നമ്മുടെ കലണ്ടർ. അള്ളാന്റെ റസൂലിൻ്റെ ജീവിതം രണ്ടായി പകുക്കപ്പെട്ടത്. പീഡന പർവ്വങ്ങൾ താണ്ടിയ ഹിജറ പൂർവകാലമുണ്ട്. പീഡനങ്ങളിൽ നിന്ന് മുക്തി നേടിയ സ്വന്തം ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരിയായി വാണരുളാൻ അള്ളാഹു അവസരം നൽകിയ ഹിജറാനന്തര കാലമുണ്ട്. ഹിജറയ്ക്ക് മുമ്പും ശേഷവുമെന്ന് ചരിത്രം നെടുകെ പിളരുകയാണ്. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹിജറ റബീഉൽ അവ്വൽ 12 ജനനവും പ്രബലാഭിപ്രായത്തിൽ, മരണവും സർവ്വസ്വീകാര്യമായ അഭിപ്രായത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ആ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിയുടെ ജനനത്തെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിയുടെ ഹിജറയും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിയുടെ മരണത്തിലേക്ക് നാം എത്തി നോക്കേണ്ടതുണ്ട്. അത് ചെയ്യുന്നതല്ലേ മര്യാദ, അല്ലെന്ന് ആർക്കാണ് പറയാനാവുക? ആ വിധത്തിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആ മാസത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ച് ആരെങ്കിലും ചെയ്താൽ അത് കുറ്റമാകുമോ? അതുകൊണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ ഈ അത്യാചാരങ്ങളുമായി നടക്കുന്ന ആളുകളോട് വിയോജിപ്പുള്ളവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മത്തിൽ സന്തോഷവും ആഘോഷമൊക്കെ പങ്കുവയ്ക്കുന്നത് അത് ഇമാമിങ്ങൾ അംഗീകരിച്ചതിൻ്റെ പേരിൽ അനുവദിക്കപ്പെട്ട വഴികളിലൂടെ ചെയ്യുന്നവരോട് നമുക്കൊരു വിയോജിപ്പുമില്ല. അത് ചെയ്തോട്ടെ, അതിൻ്റെ അതിരുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാകട്ടെ. പക്ഷേ അതൊന്നും വേണ്ട എന്ന് പറയുന്നവർ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റബീഉൽ അവ്വൽ പുണ്യ റസൂലിനെ ലോകത്ത് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു കാമ്പയിൻ മാസമായി ഇന്ന് ലോകത്ത് ആചരിക്കുന്നതിൻ്റെ കാരണമതാ. അവഗണിക്കാനാവാത്തൊരു മാസമാണിത്, അവഗണിക്കാനാവാത്തൊരു മാസമാണിത് എന്ന് നാം അറിയണം. അള്ളാഹു നമുക്ക് ഈ പുണ്യ റസൂലിനെ അറിയേണ്ട പോലെ അറിയാൻ തൗഫീഖ് തരട്ടെ. അങ്ങോട്ടും അതിര് വിടണ്ട, ഇങ്ങോട്ടും അതിര് വിടണ്ട. ആദരവ് അതിരുവിട്ട് സീമകൾ ലംഘിക്കുമ്പോൾ അനാദരവ് അതിരുവിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ പാടെ മറക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്ന് പാടെ മാറുന്ന പണിയും നല്ലതല്ല. രണ്ടിനും നടുക്കാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് മുസ്തഖീമായ പാതയാണ്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ വസ്തു തരീഖ് എന്നാണ്, ട്രാക്കിൻ്റെ മധ്യം എന്നാണ്. അങ്ങോട്ട് ചേരാത്ത, അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, പാതയുടെ മധ്യം എന്നാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. ആ മധ്യത്തിൽ നിന്നുകൊണ്ട് നാം ദീനിനെ സമീപിച്ചാൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിലെ രണ്ടറ്റത്ത് നിന്നുകൊണ്ട് ഏറ്റുമുട്ടുന്ന ശക്തികളുടെ നടുവിലേക്ക് നമുക്കൊന്ന് വന്നാൽ ശരിയായ ഇസ്ലാമിനെ കാണാം. ഒറിജിനൽ ഇസ്ലാം എൻ്റെ നടുക്ക് കിട്ടും. അപ്പുറത്തും പോകരുത് ഇപ്പുറത്തും പോകരുത്, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലേക്കൊന്ന് വന്നാൽ ഒറിജിനൽ ഇസ്ലാം കിട്ടും. സംഘടനാ ഭ്രാന്തുമൂത്തുകൊണ്ട് തൻ്റേത് മാത്രമാണ് ഇസ്ലാം എന്ന് പ്രഖ്യാപിക്കുന്ന പലരും ഓരോരത്താണ്, ചിലർ മറ്റൊരോരത്താണെങ്കിൽ അത് രണ്ടിനും നടുവിൽ ഒറിജിനൽ ഇസ്ലാം നമുക്ക് കിട്ടും. കാരണം അല്ലാഹുവേ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേർവഴിയെ നയിക്കണമേ എന്നാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതിന് മുഫസ്സിറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയത് വസ്തു തരീഖ് എന്നാണ്. വഴിയുടെ വലത്തെ ഓരവുമല്ല, ഇടത്തെ ഓരവുമല്ല, വഴിയുടെ മധ്യേ, ഇസ്ലാമിക പാതയുടെ രാജപാതയുടെ മധ്യേ കൂടി നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് യാദൃശ്ചികമായി ഉറവ് പൊട്ടിയ, വളരെ പൊടുന്നനെ പൊട്ടി വീണ, ആരും കാണാതെ ആരും അറിയാതെ ഈ ലോകത്ത് കടന്നു വന്ന ഒരു നബിയല്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വരുമെന്ന് ലോകം കാത്തിരുന്നതാണ്. കാലം കാതോർത്തിരുന്ന നബിയാണ്. ഈ നബിയുടെ വരവിന് എത്രയോ മുമ്പേ ഈ നബിയുടെ വരവിൻ്റെ ആസൂത്രണങ്ങൾ അല്ലാഹു ചെയ്തതാണ്. വന്നപ്പോഴുണ്ടായ നബിയല്ല, വരുന്നതിനും മുമ്പേ നബിയാ, വരുന്നതിനും മുമ്പേ നബിയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എല്ലാ പ്രവാചകന്മാരോടും ഞാൻ കരാർ വാങ്ങി, നിങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയും അദ്ദേഹത്തിന് ഞാൻ ഗ്രന്ഥം നൽകുകയും ചെയ്താൽ ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കാമോ എന്ന് നാം അവരോട് കരാർ വാങ്ങിയെന്ന് ഖുർആൻ പറയുകയാ. കാല അക്രർത്തും, നിങ്ങൾ സമ്മതിച്ചോ? കാലു അക്രർന, ഞങ്ങൾ സമ്മതിച്ചു എന്ന് എല്ലാ നബിമാരോടും അല്ലാഹു നേരത്തെ കരാർ വാങ്ങിയത്രേ. നബി വരും മുമ്പേ ആ കരാറ് നബിമാരോടല്ല വാങ്ങിയെങ്കിൽ ഈ നബി വരും മുമ്പേ നബിയാ. ഈ നബിക്ക് വേണ്ടി അല്ലാഹു പാതയൊരുക്കുകയായിരുന്നു. റബ്ബി ഇന്നി അസ്കന്തു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മഹാനായ പ്രവാചകന്റെ പ്രപിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്. അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഓ ബുഷറ ഈസ, ഈസ യേശു പ്രവാചകന്റെ സൽവാർത്തയാണ്, സുവിശേഷവുമാണ് ഞാൻ. ഈസാ പ്രവാചകൻ സുവിശേഷം അറിയിച്ചത് എന്നെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് അലൈഹിസ്സലാം എനിക്ക് വേണ്ടിയാണ്. എന്തായിരുന്നു ആ പ്രാർത്ഥന? റബ്ബനാ, ഞങ്ങളുടെ നാഥ. കഅബ പണിതതിന് ശേഷം ആ പ്രവാചകൻ പ്രാർത്ഥിച്ചില്ലേ, വബഅദ് ഫീഹിം, ഇവർക്കിടയിൽ നിന്ന് നീ നിയോഗിക്കണമേ, റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു ദൂതനെ, യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥവും ജ്ഞാനവും വിജ്ഞാനവും പഠിപ്പിക്കുന്ന, അധ്യാപനം ചെയ്യുന്ന ഒരു പ്രവാചകനെ, വയുസക്കീഹിം, അങ്ങനെ അവരെ മനുഷ്യമാലിന്യങ്ങളിൽ നിന്നും സംസ്കരിച്ച്, മൃഗീയ മാലിന്യങ്ങളിൽ നിന്ന് സംസ്കരിച്ച് മനുഷ്യത്വ പൂർണ്ണതയിലേക്ക് പടിപടിയായി കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രവാചകനെ അയക്കണേ അല്ലാ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ തത്വജ്ഞനാണ്, നീ സർവപ്രതാപിയാണെന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആൻ പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ സൽഫലമായിട്ടാണ് ഞാൻ മക്കയിൽ പിറവി കൊണ്ടതെന്ന്. അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനാ ഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വ ബിഷാറത്തു ഈസ, ബുഷറ ഈസ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സുവിശേഷം പറഞ്ഞതും എന്നെക്കുറിച്ചാണെന്ന്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ നബിക്ക് വേണ്ടിയുള്ള അരങ്ങൊരുക്കൽ അള്ളാഹു എവിടെ ആരംഭിച്ചിരുന്നു എന്ന് മൊസപ്പൊട്ടോമിയയിൽ ഇറാഖിൻ്റെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും രണ്ട് പ്രബലമായ നദികൾക്കിടയിൽ പിറന്ന മൊസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലത്തിൽ, മൊസോപ്പൊട്ടോമി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം. മൊസോപ്പൊട്ടോമി എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ദിജല, ഫുറാത്ത്, ഇത് രണ്ടിനും ഇടയിലുള്ള ഊർ എന്ന ദേശത്ത് പിറവി കൊണ്ട 4000 കൊല്ലം മുമ്പ് നബി ജനിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നുകൊണ്ട് മാനവിക നാഗരികതയ്ക്ക് ഒരു ഭാഗത്ത് തുടക്കമിടുമ്പോൾ ആ നാഗരികതയുടെ പൂർത്തീകരണത്തിന് വേണ്ടി തൻ്റെ വംശപരമ്പരയിൽ നിന്നൊരു പ്രപുത്രൻ പിറവി കൊള്ളുമെന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി പരിശുദ്ധമായ മക്കയിൽ കഅബയുള്ള മക്കയിൽ കൊണ്ടുപോയി തൻ്റെ പൊന്നുപോവനെ നിക്ഷേപിക്കുമ്പോൾ ഈ മകൻ നബിയായിരുന്നില്ലേ? ഈ നബി ജനിച്ചിട്ട് ചില സുഹൃത്തുക്കളും സഹോദരങ്ങളും പറയാറുണ്ട്, നബി 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു, അതിനപ്പുറത്തൊരു പ്രാധാന്യം നബിക്കില്ല. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ നബിയായി. അതോടുകൂടിയ നബിയുടെ പ്രാധാന്യം മുമ്പേണ്ട്. ഈ നബിയെയാണ്, ഈ നബിയാകാൻ പോകുന്ന പൊന്നുമോൻ്റെ പിതാമഹനെ ഇസ്മായിലിനെയാണ് കൊണ്ടുപോയി ലോകത്തൊരാളും ചെയ്യാത്ത കൊടും പാതകമെന്ന് നമുക്ക് തോന്നുന്ന ആ കൃത്യം ചെയ്തത് മരുഭൂമി കൊണ്ടുപോയി ഇടുകയാ 4000 കൊല്ലം മുമ്പ്. എന്നിട്ട് അവിടെ നിന്ന് കഅബ പണിത് പ്രാർത്ഥിക്കുകയാ, ഇവിടെ ഒരു നബിക്ക് ജന്മം നൽകണമേ എന്ന്. ആ നബി 1500-2500 കൊല്ലം കഴിഞ്ഞ് അവിടെ പിറക്കുകയാ. ആരുടെ ആസൂത്രണമാ? ഈ നബി ആരാണ്? ഈ നബിയുടെ പദ്ധതി എത്ര വലുതാണ്? നബിയും നബിയെ ചുറ്റിപ്പറ്റിയുള്ള നാഗരികതയുടെ പദ്ധതിയും ഈ ലോകത്ത് വിഭാവനം ചെയ്ത ആസൂത്രകൻ ആരാണ്? അതിൻ്റെ ഉപജ്ഞാതാവ്? അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ഇതെവിടെ തുടങ്ങി എന്നറിയുമ്പോഴേ ഈ നബിയും നബിയുടെ സംസ്കാരത്തിൻ്റെയും പ്രാധാന്യം നമ്മൾ അറിയുകയുള്ളൂ. അല്ലെങ്കിൽ നബി നമുക്കൊരു പരിഷ്കർത്താവായി പോവും. വെറും പരിഷ്കർത്താവോ ഒരു വിപ്ലവകാരിയോ ഒന്നും അല്ലിത്. ഇത് അല്ലാഹു മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവാചകന്മാരിലൂടെ സംവിധാനം ചെയ്ത മഹിതമായ പ്രവാചക പാരമ്പര്യം. ആദമിൽ തുടങ്ങി നൂഹിലെത്തി, നൂഹിൽ നിന്ന് ഇബ്രാഹിം വന്നു, ഇബ്രാഹിമിൽ നിന്ന് പ്രവാചകന്മാർ 1.25 ലക്ഷം ഇസ്രയേലി പ്രവാചകന്മാർ, പിന്നീട് മുഹമ്മദ് മുസ്തഫ മാത്രം ഇസ്മായിലിലൂടെ ആ മാനവരാശിയുടെ സമുദ്ധാരണത്തിൻ്റെ പ്രവാചക പരമ്പരയെ മനുഷ്യനെ ഉണ്ടാക്കിയ അല്ലാഹ് അന്നേ ചെയ്തു. അവർക്ക് വേണ്ടി കഅബ നേരത്തെ പണിത് വെച്ചു. ആ കഅബയുടെ തിരുമുറ്റത്തി തിരുപ്പിറവി ഉണ്ടായി. ഈ നബിയെ നാം അറിയണം. ഈ നബി വലിയ സംവിധാനമാണ്, വലിയ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ആ നബിയെ അത്തരത്തിലൊരു നബിയെന്നറിയണം, ഒരു വിപ്ലവകാരി. അദ്ദേഹം വിജയിച്ചു. ചിലരൊക്കെ വിജയിക്കും, ചിലരൊക്കെ വിജയിക്കില്ല. എന്നാൽ എൻ്റെതങ്ങ് വിജയിച്ചു എന്ന് പണ്ടൊരു കുഞ്ഞുമൻ പറഞ്ഞ പോലെ ചിലതൊക്കെ ശരിയാകും, ചിലതൊക്കെ ശരിയാവില്ല.
അങ്ങനെയല്ല ഈ നബി. ഇത് വളരെ കൃത്യമായി ശരിപ്പെടുത്തണമെന്നല്ല തീരുമാനിച്ച ആ നബിക്ക് വേണ്ടിയാണ് അള്ളാഹ് കഅബയെ നിലനിർത്തിയത്. അവിടെ ആ നബിക്ക് വേണ്ടിയാണ് സംസം വെള്ളത്തെ അള്ളാഹു ഒരുക്കി വെച്ചത്. ആ നബിക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. ആ കഅബ നിലനിൽക്കുകയാ, ആ കഅബയുടെ മുറ്റത്തെ സംസം നിലനിൽക്കുകയാ. ലോകമുള്ളിടത്തോളം, കാലമുള്ളിടത്തോളം അത്രയും പഴക്കമുള്ള കിണറുണ്ടോ? അത്രയും പഴക്കമുള്ള ഒരു ഭവനം ലോകത്തുണ്ടോ? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ. മാനവികതയ്ക്ക് ആദ്യം പണിത ഭവനമാണ്. അവിടെ മാനവരാശിക്ക് ആവശ്യമായ ഒരു നദിയുടെ സേവനം നിർവഹിക്കുന്ന, അവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾക്ക് കുടിക്കാനും അവരുടെ ആവശ്യ നിർവഹണത്തിനും ഒരു നദി നിർവഹിക്കുന്നതിനേക്കാൾ മികച്ച ദൗത്യം നിർവഹിക്കുന്ന ഒരു കൊച്ചു കൂപം പണിയുന്ന അത്ഭുതം, ഇതൊക്കെ അവിടെ നടന്നു. അങ്ങനെയുള്ള അങ്ങനെ പിറവി കൊണ്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രിയപ്പെട്ടവരെ, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി. അത് അന്നേ നബിയാന്നർത്ഥം. ഈ നബി അന്നേ നബിയാ. അതുകൊണ്ടാണ് പറഞ്ഞത് റബ്ബി ഇന്നി അസ്കന്തു, പടച്ചവനെ ഞാനിതാ പാർപ്പിക്കുന്നു, മിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ ഒരുവനെ, ബിവാദിൻ, ഈ കൊടുന്താഴ്വരയിൽ, ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ ഭവനത്തിൻ്റെ അടുത്ത്. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാം അള്ള പറഞ്ഞു കൊണ്ടുപോയി മോനെ കഅബയുടെ അടുത്ത് വെറുതെ ഇട്ടേച്ചു പോയി. അല്ലല്ല, അത് കഅബയാണെന്നറിഞ്ഞ് ഈ മോനെ ഇവിടെ ഇട്ട അള്ള നോക്കിക്കോളൂ എന്നറിഞ്ഞിട്ടാ. കാരണം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് കഅബയുടെ അടുത്താണ് ഞാൻ കൊണ്ടേ ഇടുന്നതെന്ന്. അത് പിന്നീട് കഅബയായി പോയതാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. കഅബയുടെ അടുത്ത്, ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ കഅബയുടെ അടുത്ത് ഈ മോനെ ഞാൻ നിക്ഷേപിക്കുകയാണ്. ലിയുഖീമുസ്സലാ, നമസ്കരിക്കുന്നവരുടെ ഒരു നാഗരികത ഇവിടെ അദ്ദേഹം കെട്ടിപ്പടുക്കാൻ. ആ സന്താന പരമ്പരയിൽ നിന്ന് നമസ്കാരത്തിൻ്റെ നാഗരികത, നമസ്കരിക്കുന്നവൻ്റെ സംസ്കാരവും നാഗരികതയും ഒന്ന് വേറെ, നമസ്കരിക്കാത്തവൻ്റേത് വേറെ. നമസ്കരിക്കുന്നവൻ്റേത് മലമൂത്ര വിസർജ്യാദികളെ വൃത്തിയാക്കുന്ന ശുദ്ധിയുടെ സംസ്കാരമാണ്, വ്യഭിചരിക്കാത്ത സംസ്കാരമാണ്, മദ്യപിക്കാത്ത സംസ്കാരമാണ്, പെണ്ണിനോട് സൊള്ളാത്ത സംസ്കാരമാണ്, പെണ്ണിനോട് പാലിക്കേണ്ടത്ര അകലം പാലിക്കുന്ന സംസ്കാരമാണ്, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ലൈംഗികതയുടെ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്ന സംസ്കാരമാണ്, മദ്യത്തോട് പലിശയോട് നോ പറയുന്ന സംസ്കാരമാണ്, വൃത്തിയുടെ സംസ്കാരമാണ്, കഅബ എന്ന ദിശാബോധത്തിൻ്റെ സംസ്കാരമാണ്, കൃത്യമായ സമയം അറിയുന്ന സമയബോധത്തിൻ്റെ സംസ്കാരമാണ്, ഔറത്ത് മറച്ച് നമസ്കരിക്കൂ എന്ന് പറയുന്ന നഗ്നതാ വിരുദ്ധതയുടെ സംസ്കാരമാണ്. അല്ലാഹുവേ, ഈ നബിയെ നമസ്കാരം നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംസ്കാരം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുപോയി കഅബയുടെ മുറ്റത്ത് നിന്റെ കൽപ്പന അനുസരിച്ച് ഇട്ടുപോകുന്നു, ഇട്ടും വെച്ചും പോകുന്നു. അല്ലാഹ് ആ നബിയാണ്. ആ നബിയെ കുറിച്ച് നമ്മൾ നബി എന്ന നിലയിൽ, വ്യക്തി എന്നുള്ള നിലയിൽ അറിയണം, ദാത്ത് എന്നുള്ള നിലയിൽ അറിയണം, ആ മഹത്വം എന്നുള്ള നിലയിൽ അറിയണം, അവിടുന്ന് പിറന്ന മാസം എന്നുള്ള നിലയിൽ അറിയണം. അങ്ങനെ അറിഞ്ഞ് ആ നബിയുടെ വരവിൻ്റെ പിന്നിലുള്ള വലിയ ആസൂത്രണം, ഒരു വശത്ത് ഈ പ്രവാചകൻ്റെ പ്രാർത്ഥനയ്ക്ക് സാഫല്യം, രണ്ടാമത്തേത് ഈസാ പ്രവാചകൻ്റെ സുവിശേഷമാണത്. എന്താണ് സുവിശേഷം? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഓ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹമ്മദ് എന്ന നാമവുമായി ഈ ലോകത്ത് വരുന്ന പ്രവാചകനെ കുറിച്ച് ഈസാ പ്രവാചകൻ സുവിശേഷം പറഞ്ഞു വന്ന് സൂറത്ത് സഫ് പറഞ്ഞില്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കിന്നും കാണാം, ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. സത്യാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. ഞാൻ പോകുന്നത് നിങ്ങൾക്കുത്തമം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? ആരെക്കുറിച്ചാ? എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ബൈബിളിൽ ഇങ്ങനെ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനിയും പലതും പറവാനുണ്ട്. ഈസാ നബി പറഞ്ഞേച്ചു പോയതുകൊണ്ട് തീരുന്നില്ലെന്ന് സിമ്പിളായ ലോജിക്കാണ്. ഈസാ നബിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർന്നിട്ടില്ല. ഇനി എന്തേ പിന്നെ പറയാത്തു? വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ഇനി പറയുന്ന പല കാര്യങ്ങളും ബൗദ്ധികമായി പാകപ്പെടാത്ത ഒരു സമൂഹമായ നിങ്ങളോട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂല. ഇനിയും വളരേണ്ട ഒരു ലോകത്തോട് പറയാനുള്ളതാണ്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ആരാണ് വരിക? സത്യാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. സത്യാത്മാവെന്ന് ലോകം മുഖത്തു നോക്കി വിളിക്കുന്ന ഒരു മനുഷ്യൻ,
അർസല അംബിയ ذوي فطانا بالصدق والتبليغ والآمانة. അള്ളാഹു നബിമാർക്ക് മാത്രം കൊടുത്തതാണ്. ലോകം അവരെ എന്തെല്ലാം പറഞ്ഞാലും മുഖത്തു നോക്കി അല്ലമീൻ, വിശ്വസ്ത, സത്യസന്ധ എന്ന് ലോകം മുഖത്തു നോക്കി വിളിച്ച നബി പിന്നെ വന്നതാരാ? സത്യൻ, സത്യവാനേ എന്ന് ലോകം വിളിച്ചത് ആരെയാണ്? സത്യാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. ആരാണ് ഈസ നബിക്ക് ശേഷം ഈ ലോകത്ത് മുഖത്ത് നോക്കി ജനം സത്യാത്മാവെന്ന് വിളിച്ച ഒരാൾ? ചുമ്മാ പറ, വെറുതെ പറ പേരിനൊരാൾ. ലോകം പറ, ആരുമില്ല. ഈസ നബി പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാളെ പറയൂ. വെറും വാദത്തിന് വേണ്ടി പറഞ്ഞോളൂ. ആരുമില്ല മുഹമ്മദ് മുസ്തഫ അല്ലാതെ. അപ്പോൾ പിന്നെ ഇത് വേറെ ആർക്കെങ്കിലും ഷൂട്ടാകുമോ? ആരെങ്കിലും ഉണ്ട് വെറുതെയെങ്കിലും പറഞ്ഞ? ഈസ നബി ആ പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞു വന്ന ആരെങ്കിലും? അത് വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ പോരാ, വ്യാഖ്യാനിച്ചാൽ പോരാ. പറഞ്ഞത് ഈസ നബിയാണ്, ലോകം കീഴടക്കിയ മഹാനായ പ്രവാചകനാണ്. എനിക്ക് ശേഷം വരുമെന്ന് പറഞ്ഞയാൾ ഈസ നബിയെപ്പോലെ പ്രശസ്തനാകണം, അജ്ഞാതനാകരുത്, അറിയപ്പെട്ടയാളാകണം, പ്രഗത്ഭനാകണം. 200 കോടി അനുയായികൾ ക്രിസ്ത്യാനിറ്റിക്കുണ്ടെങ്കിൽ അതുപോലെ അനുയായി വൃന്ദങ്ങളെ സൃഷ്ടിക്കുന്ന ആളാകണം. ആ ഈസാ പ്രവാചകന് പ്രവചനം നടത്തിയ ആളും അതുപോലെയാകണം. കാരണം പുറകെ എനിക്ക് ശേഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരാണത്? ഈ നബി നബിയാണെന്നുള്ളതിൻ്റെ തെളിവുകളില്ലേ പലർക്കും? നമ്മൾ എന്തെങ്കിലും മധു പാടി പറഞ്ഞാൽ പോരാ. ഈ നബി നബിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ശത്രുവിൻ്റെ ആധാരങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ലേ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? അതുപോലെ ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത് പലതും ആ ലോകത്തിന് താങ്ങാനായില്ല. ഇന്നേ അത് മനസ്സിലാകുന്നുള്ളൂ. അതൊക്കെ വേറെ ഒരു ടോപ്പിക്കാണ്, വിശദീകരിക്കേണ്ട കാര്യമാണ്. ഈ നബി കരുതി വെച്ച കാലം, കരുതി വെച്ച അള്ളാഹു കാലത്തിനായി കരുതി വെച്ച നിധിയാണ്. വരും മുമ്പേ ഈ നബി നബിയാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയായ നബിയാണ്. ഞാൻ നിങ്ങൾക്ക് ശേഷിയില്ല. സത്യാത്മാവ് വരുമ്പോൾ അവൻ വന്നാലോ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അവൻ നിങ്ങളെ ബോധ്യം വരുത്തും. ഈസ നബിക്ക് ശേഷം ഈ ലോകത്ത് വന്നിട്ട് നീതിയെക്കുറിച്ച് പാപമെന്തല്ല എന്ന്, ന്യായവിധി, നിങ്ങൾ ഈ ലോകത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ന്യായവിധി നാളുണ്ട്, അന്ത്യനാളുണ്ട് എന്ന് പിന്നീട് ഈസ നബിക്ക് ലോകത്ത് ശേഷം വന്നിട്ട് പറഞ്ഞിട്ട് പോയ ഒരാളെ പറ. ലോക ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ വേണ്ട, ഏതെങ്കിലും ചരിത്രത്തിൽ ഒരാളെ, ഒരു വാദത്തിന് വേണ്ടി ഒരാളെ പറ. അപ്പോഴല്ലേ ബൈബിള് ശരിയാവുള്ളൂ. ആ നബി, ആ പ്രവചനം പുലരുന്നത് നബിയിലല്ലാതെ മറ്റാരെങ്കിലുമാണോ? വേറെ ആരിലെങ്കിലുമാണോ? അതാണ് ഈ നബി. അതുകൊണ്ട് ഈ നബി അടങ്ങാത്ത ഒരു സമസ്യയാണ്. ഈ നബിയിൽ അത്ഭുതമുണ്ട്, ഈ നബിയിൽ വിസ്മയമുണ്ട്, ഈ നബിയിൽ പ്രവചനമുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ഈ നബി. അത് പറയപ്പെടേണ്ടതുണ്ട്. അതെപ്പോഴും പറയാം. നബിയുടെ പുണ്യ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസം എന്ന നിലയിൽ നമുക്കിപ്പോഴും പറയാം, ഒരു കുഴപ്പവുമില്ല. ഈ നബി അത്ഭുതങ്ങളുടെ കലവറയായ നബിയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒട്ടകം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത കഥ ആരും നിഷേധിക്കാത്ത ഹദീസിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹമ്മദ്, ഇമാം ബുഖാരി, ഹദീസുകളുടെ തലതൊട്ടപ്പനായ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഉസ്താദായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഈ പുണ്യ റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ആ ഒട്ടകം സുജൂദ് ചെയ്തുവെന്ന്. സുജൂദ് ചെയ്തു. അതിൻ്റെ ചരിത്രമുണ്ട്, പശ്ചാത്തലമുണ്ട്. സമയക്കുറവ് കൊണ്ട് ആ ഹദീസിൻ്റെ കൈവശമുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വളരെ ഭ്രാന്തി പിടിച്ച ഒരൊട്ടകം, ആ ഒട്ടകത്തിൻ്റെ പ്രശ്നം അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഒട്ടകത്തിൻ്റെ ഉടമ ഉന്നയിച്ചപ്പോൾ ആ ഒട്ടകത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോയ നബിയാണ്. ആ ഒട്ടകത്തിൻ്റെക്ക് അടുക്കല്ലേ നബിയെ, ആ ഒട്ടകം അങ്ങയെ ഉപദ്രവിച്ചേക്കുമെന്ന് ഒട്ടകത്തിൻ്റെ ഉടമസ്ഥർ പറഞ്ഞപ്പോൾ ആ ഒട്ടകത്തിൽ നിന്ന് എനിക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ആ ഒട്ടകത്തിൻ്റെ ശിരസിൽ മുഹമ്മദ് മുസ്തഫ കൈവച്ചപ്പോൾ ഒട്ടകം ശാന്തമായി അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. എന്നിട്ട് ഇടഞ്ഞ ആ ഒട്ടകത്തെ, മെരുങ്ങാത്ത ആ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ ചരിത്രം ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഹമ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഹദീസാണത്. ഈ നബി ലോകത്ത് പ്രാണികൾ അംഗീകരിച്ച നബിയാണ്, ജീവികൾ അംഗീകരിച്ച നബിയാണ്.
സസ്യലതാദികൾ അംഗീകരിച്ച നബിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു മരത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അടുത്തേക്ക് വരൂ എന്ന മരത്തോട് ആജ്ഞാപിച്ചപ്പോൾ ആ മരം അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയിട്ട് കുമ്പിട്ട് നടന്നെടുത്തു. ജാഅത്തിലി ദഅവതിഹിൽ അഷ്ജാറു സാജിദത്തൻ തംശി ഇലൈഹി ബിലാ സാഖിം വലാ ഖദമി. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വളരെ കൃത്യമായ ഹദീസാണത്. വിടവങ്ങൾ വികസൽ രോമാഞ്ചവുമായി പ്രിയ നബി, വിടവങ്ങൾ വികസൽ രോമാഞ്ചവുമായി പ്രിയ നബി, വിളിക്കവേ താഴ്മയോടും തലകൾ താഴ്ത്തി, സംപ്രാപ്ത സൗഭാഗ്യ വായ്പിൽ മതിമറന്ന സുഭദ്ര സങ്കേതത്തിൻ തിരുസന്നിധാനത്തിലെത്തി. മലയാളത്തിൽ ബുറുദയ്ക്ക് മനോഹരമായി പരിഭാഷ എഴുതിയ നമ്മുടെ എറണാകുളംകാരൻ ഹമീദ് സാഹിബ് ഇങ്ങനെയാണ് ഇതിന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ എല്ലാവരും സമ്മതിച്ച ആ മരം അള്ളാൻ്റെ റസൂലിൻ്റെ സവിധം തേടി വന്നു എന്ന കാര്യത്തെ ആർക്കും നിഷേധിക്കാനാവില്ല. ഇത്തരം അത്ഭുതങ്ങളുള്ള ഈ നബിയെ നാം അറിയണം. കേവലം ഒരു വിപ്ലവകാരിയെ, ഒരു യാദൃശ്ചികതയുടെ പ്രതിനിധിയാണെന്നറിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹം ഉമ്മത്ത് ഈ നബിയിൽ നകന്നു പോകും. അതുകൊണ്ടല്ലേ അള്ളാൻ്റെ റസൂലിനെ കുറിച്ച് എന്തെങ്കിലും അന്ധവിശ്വാസ ജടിലമായ വർത്തമാനങ്ങളൊന്നും പരിരക്ഷിക്കാത്ത ഇന്നത്തെ അറേബ്യൻ ഭരണകൂടം അവിടെ മസ്ജിദു ഷജറ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മക്കയിൽ എല്ലാവരും കാണാൻ കൊണ്ടു നടന്ന് കാണിക്കപ്പെടുന്ന, ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി കാണിക്കപ്പെടുന്ന ഒരു മസ്ജിദു ഷജറയുണ്ട്. മരപ്പള്ളി എന്നാണ് അതിൻ്റെ പേര്, വൃക്ഷപ്പള്ളി എന്നാണ് അതിൻ്റെ പേര്. ആ പള്ളി ഹറമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നാം ഒക്കെ പോയി നിന്ന് കഥ കേൾക്കാറുണ്ട്. അവിടെയായിരുന്നു ആ മരം. ആ മരം അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശത്തിന് വിധേയമായി, ചൂണ്ടുവിരൽക്ക് ശാസനകൾക്ക് വിധേയമായി അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ആ മരം നടന്നു വന്നു. ജാഅത്തിലി ദഅവതിഹിൽ അഷ്ജാറു സാജിദത്തൻ തംശി ഇലൈഹി ബിലാ സാഖിം വലാ ഖദമി. ഇതൊക്കെ അറിയണം സഹോദരങ്ങളെ ഈ നബിയെ കുറിച്ച്. അല്ലാതെ അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് കുറെ കൽപ്പന തന്നു, നമ്മളതിനെ അനുസരിച്ചേച്ചാൽ മാത്രം മതി, റസൂലിനോട് കൂറ് തീർന്നു, അങ്ങനെയല്ല. ഈ റസൂലിൻ്റെ ഉള്ള്, ഈ റസൂലിൻ്റെ ചരിത്രം, ഈ റസൂലിൻ്റെ പിന്നിലെ ഇടപെടലുകൾ, അതിൻ്റെ പിന്നിലെ കരങ്ങൾ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ, ആർക്കും അവസാനിപ്പിക്കാനാവാത്ത, ലോകമുള്ളിടത്തോളം കാലം ഈ നബിയും ഈ നബിയുടെ ഉൽപ്പത്തി കേന്ദ്രവും ഈ നബിയെ ചുറ്റിപ്പറ്റിയുള്ള അത്ഭുതങ്ങളും അതിൻ്റെ സങ്കേതങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും. അതോടൊപ്പമാണ് ആ നബിയുടെ സന്ദേശത്തിൻ്റെ വിജയം, ആ നബിയുടെ സന്ദേശത്തെ പിന്തുടർന്നവർക്കുള്ള വിജയം. വെറും കഥകൾ പറഞ്ഞ്, അത്ഭുതം പറഞ്ഞ്, ആനന്ദിച്ചും ആസ്വദിച്ചും നടന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ ജീവിതത്തിൽ പകർത്തുന്നതിൽ നിന്ന്, പിൻപറ്റുന്നതിൽ നാം പുറകോട്ടടിച്ചാൽ അത് ദുരന്തമാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നബി നമ്മളോട് വന്നത്. അതുകൊണ്ട് ആ നബിയെ നാം ഓർക്കുക, ആ നബിയെ നാം പഠിക്കുക, ആ നബിയുടെ ഉള്ളിലെ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ, അത്ഭുതങ്ങളെ, വിസ്മയങ്ങളെ, അനുഗ്രഹങ്ങളെ, ബറക്കാത്തുകളെ നാം തൊട്ടറിയുക. അതോടൊപ്പം തന്നെ ആ റസൂലിൻ്റെ അനുശാസനങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ബറക്കാത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കുക. അതിന് ഈ സന്ദർഭം നമ്മെ തുണയ്ക്കട്ടെ, അതിന് നാം ശ്രമിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നാം ഏവർക്കും പുണ്യ റസൂലിനോടുള്ള ശരിയായ സ്നേഹം, ശരിയായ അറിവ് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പുണ്യ റസൂലിനെ നാം സ്നേഹിച്ച്, നമ്മുടെ മക്കൾ സ്നേഹിച്ച്, ആ റസൂലിനെ ഒരു റോൾ മോഡലായി പിൻപറ്റി റസൂലിനെ പോലെയാകാൻ ഈ നബിയെ റാത്തുകൊണ്ട്, അവിടുത്തെ മുഅ്ജിസാത്ത് കൊണ്ട് അറിഞ്ഞ ഒരു കാലത്ത് റസൂലിനെ പോലെ നമ്മുടെ സമൂഹം ജീവിച്ചിരുന്നു. അവിടുത്തെ പോലെ താടി, അവിടുത്തെ പോലെ തൊപ്പി, അവിടുത്തെ പോലെ തലപ്പാവ്, അവിടുത്തെ പോലെ തിരുവസ്ത്രം ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേർ ധരിച്ചു വന്നു. ഇന്ന് റസൂൽ നമുക്കൊരു റോൾ മോഡൽ അല്ലാതായി മാറുകയും ഇന്ന് അബദ്ധസഞ്ചാരത്തിൻ്റെ ആളുകൾ നമ്മൾ റോൾ മോഡലായി നമ്മുടെ ജീവിത ശൈലികളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, ഹെയർ സ്റ്റൈൽ, ഫേസ് സ്റ്റൈൽ എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തിയത് ഈ റസൂലിനെ വെറും ഒരു പ്രബോധകനോ വിപ്ലവകാരിയോ ആയി മാത്രം മനസ്സിലാക്കുന്നതിനപ്പുറം ഈ റസൂലിൻ്റെ അന്തസത്തയെ തൊട്ടറിഞ്ഞ് നാം തിരിച്ചറിയുന്നതിൽ നമുക്ക് പറ്റിയ വീഴ്ചയും, ആ റസൂലിനോട് അടങ്ങാത്തൊരു ഹുബ്ബുണ്ട്,
ആ ഹുബ്ബ് നമ്മുടെ ഉള്ളിൽ ഇറങ്ങാത്തതും കൊണ്ടാണ്. അതാണ് ഈ ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ ഒരേ ഒരു മന്ത്രം. അള്ളാഹു നമുക്കത് തന്നനുഗ്രഹിക്കുമാറാകട്ടെ.